വിജയം ആഗ്രഹിക്കുന്നവർ, സമാധാനം ആഗ്രഹിക്കുന്നവർ അവരാണിത് കേൾക്കേണ്ടത്. അവർക്ക് മുത്തുനബി പഠിപ്പിച്ച നല്ല ഒരു അമലുണ്ട്, ഒരു നല്ല അമലിനെ കുറിച്ച് ഞാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരാണ് വിജയം ആഗ്രഹിക്കാത്തവർ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തവർ? സമാധാനം വേണം എന്ന് ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. അപ്പൊ അവർക്ക് നല്ലൊരു അമൽ ഞാൻ പറയട്ടെ, ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം, വേറെ ഒരു പേടിയും വേണ്ട, നമുക്ക് വലിയ സന്തോഷത്തിൽ ചെയ്യാലോ. നോക്കൂ, ആ അമൽ ഇതാണ്. നിങ്ങളൊക്കെ സുബഹി നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ? സുബഹി നിസ്കരിക്കാത്തവരോട് പിന്നെ വർത്താനമില്ല. സുബഹി നിസ്കരിക്കാത്തവരോട് പിന്നെ എന്ത് പറയാനാ? അവർ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് പരാജയപ്പെടും. സുബഹി നിസ്കരിക്കാതെ പിന്നെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും സുബഹിയുടെ മുൻപ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ സുബഹിയുടെ മുൻപ്, ഏതായാലും സുബഹി നിസ്കരിക്കില്ല, അപ്പൊ 2 റക്അത്തല്ലേ സുബഹി ഉള്ളൂ, അതിന് മുമ്പ് 2 റക്അത്ത് കൂടെ നിസ്കരിക്കുക എന്നുള്ളത് പ്രയാസം എന്നുള്ള കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾ ഓതേണ്ടത് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്താണ്. അലം നശ്റഹ്. രണ്ടാമത്തേതിലോ, രണ്ടാമത്തേത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന അലം തറ, അലം നശ്റഹ്, അലം തറ, ഈ 2 സൂറത്തുകളാണ് നിങ്ങൾ ഓതേണ്ടത്. ഓതിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ദ്വാരക്കുക, മനസ്സറിഞ്ഞ് ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് വലിയ നേട്ടം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാവും, വലിയ നേട്ടം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അത് ചൊല്ലി ഈ നിസ്കാരം നിസ്കരിച്ച് ഇറങ്ങിയാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അള്ളാഹു വലിയ വിജയം നമുക്കൊക്കെ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ തുടങ്ങിയല്ലേ നമുക്ക്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.